ക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് രാമക്ഷേത്രം പൂർത്തിയായി എന്നതല്ല അദ്ദേഹം പറഞ്ഞത്, രാമരാജ്യം നിലവിൽ വന്നു എന്നാണ് പറഞ്ഞത്. വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കാൻ മാത്രം നമ്മളൊക്കെയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 1925 ആരും മറക്കരുത്, സംഘപരിവാരങ്ങളുടെ തുടക്കം കുറിച്ച ദിവസമായിരുന്നു അത്. അത് ഒരു നൂറ്റാണ്ട് തികഞ്ഞു നിൽക്കുമ്പോൾ ചില ആളുകളുടെയൊക്കെ പരാമർശങ്ങളോടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മുസ്ലിങ്ങളോട് ഒരാളെ വിളിച്ചു നിർത്തി എന്തിനാണ് അവരോട് ഇത്ര വെറുപ്പ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് കാണിക്കാനോ ഒന്നുമില്ല. ഒരു മുസ്ലിം ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഞങ്ങൾ ജീവിച്ചിട്ട് ഗാന്ധിജിയെ കൊന്നതിൻ്റെ പേരിലാണോ നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പ്? പർദ്ദട്ടിട്ടായിരുന്നു ഗാന്ധിജിയെ കൊല്ലാൻ വന്നത്, പക്ഷെ അത് പാളിപ്പോയി. പിന്നെയാണ് അല്ലാത്ത കൊലപാതകം നടക്കുന്നത്. ഒരു പർദ്ദ ഷോപ്പ് കയറി പർദ്ദയിട്ട് ഗാന്ധിജിയെ കൊല്ലണമെന്നായിരുന്നു സംഘചാലകന്റെ വിശ്വാസം. പർദ്ദ വാങ്ങുകയും ചെയ്തിരുന്നു, വീട്ടിലത് കൊണ്ടുവെക്കുകയും ചെയ്തു. പക്ഷേ അത് പാളിപ്പോയി. ഗാന്ധിജിയെ കൊന്ന ആ നിമിഷം, ആദ്യത്തെ സെക്കൻഡുകൾ നമ്മുടെ ഇന്ത്യയിൽ എന്നും നടക്കണ പോലെ അത് മുസ്ലിങ്ങളാണ് എന്ന് അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് നമ്മൾ വിചാരിച്ചാൽ കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടായ സംഭവമൊന്നുമില്ല. ഇവിടെ പൊട്ടിയാലും അതൊക്കെ ആദ്യം മുസ്ലിങ്ങളാണെന്ന് പറയാം, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അതൊക്കെ പേര് വേറെ സമുദായത്തിൻ്റെതാകുക, അതാരും ഓർക്കാറില്ല. അത് പെട്ടിക്കോളത്തിലും അവിടെ എവിടെയെങ്കിലും ഒരു സൈഡിൽ, അല്ലാത്ത എല്ലാ ചാനലിലും അത്ര മതി ആളുകൾക്ക്. ഒരു 5 ലക്ഷം ആളെ ഇന്ത്യയിൽ കൊന്നു ഒരു ഭീകരവാദി എന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം ആളുകളുടെ കുടുംബക്കാർക്ക് പോലും അതാരാ ചെയ്തതെന്നൊന്നും അറിയണ്ട, മുസ്ലിങ്ങളാന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ അവർ പറയുന്ന അച്ഛൻ കൊല്ലപ്പെട്ടു, കുഴപ്പമില്ല, മാപ്പിളാരാന്ന് പറഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളിടത്താണ് ഇന്ന്. അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ആലോചിക്കണം, ഗൗരവമായ ആലോചനക്ക് വരണം. അതിൽ ഏറ്റവും പ്രധാനമായതാണ്, ഒരു രാജ്യത്തിൻ്റെ പൗരനാകണമെങ്കിൽ എന്തെല്ലാം വേണം. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പല കാലങ്ങളിൽ യാത്ര പോയിട്ടുള്ള ഒരാളാണ്. പല രാജ്യങ്ങളെക്കുറിച്ചും കറക്റ്റായി റീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു എളിയ പ്രബോധകനുമാണ്. ഇവിടേക്ക് ഇരിക്കുന്ന പല ആളുകളും ഗൾഫ് പോയിട്ടുണ്ടാവും. നമ്മളവിടെ ഖത്തറിലോ ബഹ്റൈനിലോ കുവൈത്തിലോ സൗദിയിലോ UAE-യിലോ എവിടെയാകട്ടെ നമ്മളവിടെ ഇറങ്ങിയ നമ്മൾ ആകെ കാണിക്കേണ്ട ഒരു കാര്യം പാസ്പോർട്ടാണ്. പാസ്പോർട്ട് ഇവിടെ സ്ക്രീൻ ചെയ്താൽ ഒരാൾ നമ്മളോട് വർത്താനം പോലും പറയില്ല. ഞാനൊക്കെ ഖത്തറിൽ ഇറങ്ങി കഴിഞ്ഞ ആഴ്ച പാസ്പോർട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ ആ ഡോറായിട്ട് ഓപ്പൺ ആവും, നമ്മളവിടെ പോകും. ഒരു മനുഷ്യൻ മിണ്ടില്ല നമ്മളോട്, നീ എവിടുത്തുകാരനാ, എന്താ ഏതാ ചോദ്യം. നമ്മുടെ ഈ രാജ്യത്തെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ജനിച്ചൊരു കുട്ടി, ആ ഹോസ്പിറ്റലിന്റെ അംഗീകാരത്തോടുകൂടി ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി, അംഗീകൃത ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. ശേഷം നമ്മളൊരു സ്കൂൾ ജോയിൻ ചെയ്തു, SLC +2 വരെ പഠിച്ചു. അതിൻ്റെ ഒക്കെ കടലാസ് SLC ബുക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആധാർ കാർഡ് ഉണ്ടായി, അത് മതിയെന്നാണ്. ഇന്ത്യയിൽ ഇനി ജീവിക്കാൻ ഞങ്ങൾക്ക് ആധാർ കാർഡ് മാത്രം മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ആധാർ കാർഡ് കണ്ടാ വെടിവെച്ച് കൊല്ലുന്നുള്ളിടത്താണ് ആളെ മനസ്സിലുള്ളത്, പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ചിന്തിക്കണം, ഇവിടുന്ന് ഒരാൾ അറബ് രാജ്യത്ത് പോയ, ഞാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ കണ്ടു, ദുബായിലെ നല്ലൊരു ലാൻഡ് അവൻ വിലക്ക് വാങ്ങിയ, സ്വന്തമായിട്ട് അവിടെ വലിയ വീട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ വീട് വെക്കാനും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒറ്റ കടലാസ് മതി, പാസ്പോർട്ട്, ഒറ്റ രേഖ, വെറൊരു കടലാസ് ആവശ്യമില്ല അവിടെ. നാം ഇന്ത്യക്കാരാണെന്ന് അംഗീകരിക്കാൻ ഇവിടുത്തെ നിയമപ്രകാരം ഒരു പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രാജ്യത്തവന് കോടിക്കണക്കിന് അംബാനിനെയും ബിൽഗേറ്റ്സിനെയും തോൽപ്പിക്കുന്ന കച്ചവടക്കാരനാകാൻ സാധിക്കും. യൂസുഫ് അലി സാഹിബൊക്കെ വളരുന്നു. ഇവിടെ അത്ര വളരാൻ കഴിയില്ല, അത് അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞതാണ്. ഈ നാടിനെ പോലെ ഇത്ര ശാപം പിടിച്ച ഒരു നാട് ഭൂമുഖത്ത് വരണ്ടാവില്ല ഈ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ? ഈ വിഷയത്തിൽ ശരിക്കും പഠിച്ചോളി. SLC പുസ്തകം വലിച്ചെറിഞ്ഞ്, ആധാർ കാർഡ് വലിച്ചെറിഞ്ഞ്, ID കാർഡ് വലിച്ചെറിഞ്ഞ്, പാസ്പോർട്ട് കൊടുത്ത് വലിച്ചെറിഞ്ഞ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപ്പോഴൊന്നും നമ്മൾ പൗരനാവില്ല.
ലോകത്ത് വേറെ എവിടെയും ലോകത്ത്, കാരണം എന്താ പറയുക, അതിനൊരു കാരണമുണ്ട്. അതായത് ഒരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് സംഗതികൾ സമർപ്പിച്ചതിന് ശേഷം കിട്ടുന്ന ഒന്നാണ് പാസ്പോർട്ട്. കോമൺ സെൻസ് ആണേ, പഠിക്കണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട, മനുഷ്യനായാൽ മതി. മനുഷ്യനാവേണ്ടതേ മാ എന്നുള്ള അക്ഷരം ഉണ്ടായാൽ മതി. ആ ആളുകൾക്ക് ഇത് മനസ്സിലാകും. ആ പാസ്പോർട്ട് കൈപ്പറ്റുന്നതോടുകൂടെ ഇവനൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവനെ കൈകാര്യം ചെയ്യേണ്ട ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ അത് മതി അവർക്ക്. ഇവനെ ഏത് ലൊക്കേഷനിൽ ജീവിക്കുന്നത് മനസ്സിലാക്കാൻ അത് മതി. ഏത് രാജ്യക്കാരൻ, ഏത് സ്റ്റേറ്റുകാരൻ, ഏത് ജില്ലക്കാരൻ, ഏത് പഞ്ചായത്തുകാരൻ ഒക്കെ അതിലും ഒക്കെ മനസ്സിലാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടാലും പറയും അതാണ് ഈ നാട്, ഇപ്പോഴുള്ള നാട്. ഈ നാട്ടിൽ ഞാൻ ഒന്നാമതായി നിങ്ങളോട് പറഞ്ഞു വെക്കുന്നു, വോട്ടവകാശത്തിന് ആവശ്യം, അത് നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരനല്ല. അടുത്ത ആഴ്ച മുതൽ വരാൻ പോണ നിയമം എന്താണ്? പാസ്പോർട്ട് കാണിച്ചു പൗരനല്ല, ആധാർ കാർഡ് കാണിച്ചു പൗരനല്ല. ജനിച്ച ഹോസ്പിറ്റലുകാരെ മൊന്തം പറഞ്ഞ് ഇവിടെയാ ജനിച്ചതെന്ന് കാര്യമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? പാസ്പോർട്ടും SLC ബുക്കും ആധാർ കാർഡും ഒന്നല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാമെന്നുണ്ട്. അടുത്ത 4-ാം തീയതി വരെ, ഡിസംബർ 4 വരെ അതിന്റെ അവസരമാണ്. അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അത് ശരിയല്ല. ചിലതൊക്കെ എന്തിനാണ് വാല് പൊന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കലാണ് ഒന്നാമത്തെ അറിവ്. ഈ ഖുതുബയിൽ എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ള ഇതാണ്. ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഖുതുബയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ആ ഏൽപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് വന്ന വിസ്ഡത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഞാനിത് അവിടെ പാലിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഓരോരുത്തരെയാണ് തീരുമാനിക്കേണ്ടത്. ഞാനതൊക്കെ നേരത്തെ ചെയ്തു. നമ്മളെ ചെയ്യുക, അതായത് തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു വെക്കുക. അപ്പൊ ബദർ യുദ്ധത്തിൽ ആവശ്യമായി അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടാണ് അള്ളാഹുവിനോട് ഞങ്ങളെ സഹായിക്കണമെന്ന് പിന്നെ ദുആ ചെയ്യും. പടച്ചോനെ ഞാനിത് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി റബ്ബേ നീ തൗഫീഖ് തരണേ. ആ ഭാഗം അങ്ങനെ അവസാനിക്കും. ഇനി നമ്മളൊക്കെ സാധാരണഗതിയിൽ ഭരണാധികാരികൾ മോശമാകുമ്പോൾ നമ്മൾ അവരെ പറ്റി പറയും, ഞാനുങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പറയുകയും വേണം. ഇസ്ലാമിക ഭരണകൂടത്തിൽ പറയാൻ പാടില്ല, അതിന് വേറെ നിയമമാണ്. ഒരു ഭരണാധികാരിയെ പബ്ലിക്കിൽ, ഒരു ഭരണകൂടത്തിൽ, ഇസ്ലാമിക ഭരണകൂടത്തിൽ പബ്ലിക്കിൽ വിമർശിക്കാൻ പാടില്ല. അതിൻ്റെ നിയമം വേറെയാണ്, അതിൻ്റെ കാരണം വേറെയാണ്. അത് വിവരിക്കേണ്ട ഖുതുബ ഇതല്ല. ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്ക് ഭരണാധികാരിയെ പരസ്യമായിട്ട് വിമർശിക്കാം, അതാണ് ജനാധിപത്യം. അതിൽ ഭരണാധികാരികൾക്ക് എതിരില്ല. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു തലമാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ചിന്ത രൂപപ്പെടേണ്ടത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. സച്ചരിതരായ സ്വഹാബത്തിന്റെ ജീവിത രീതിയിൽ നിന്നാണ് നമുക്ക് ഇസ്ലാം പഠിക്കാനുള്ളത്. അതുകൊണ്ട് പുറത്തുള്ള ഒരാൾ, ഒരു ഭഗവത്ഗീത വായിച്ചിട്ട് ഒരാൾ ചിന്തിക്കുന്ന ചിന്തയല്ല, ഞാൻ ഒന്നുകൂടി പറയുന്നു, ബൈബിൾ വായിച്ചിട്ടൊക്കെ കിട്ടുന്ന ചിന്തയല്ല ഒരു മുസ്ലിമിന്റെ ചിന്ത. നമ്മൾ സാധാരണ മുസ്ലിം സംഘടനകളുടെ നേതൃത്വമൊക്കെ ചിന്തിക്കുന്ന ചിന്ത പോലും എന്തല്ല, പ്രാമാണികമല്ല. മനസ്സിലായിണ്ടാവും ഞാനാ പറഞ്ഞേ. അതായത് വിശ്വാസികൾ ശരിക്കും സൂറത്ത് നിസായിലെ 115-ാമത്തെ വചനം ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്താണ്? ദുനിയാവിലൊരു തീക്കുണ്ടാരുണ്ടാക്കി അതിലേക്ക് എറിയപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന് തണുപ്പായിരുന്നു, ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്നവനെ പോലെ എന്നാണ് അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനം. ഒരു പൂന്തോട്ടത്തിൽ ഒരാൾ നല്ല തണുത്ത കാറ്റൊക്കെ ഏറ്റിരിക്കുന്ന പോലെയാണ് ആ തീയിൽ അദ്ദേഹം ഇരുന്നത്. അങ്ങനെ ഇരിക്കാൻ അദ്ദേഹത്തിന്റെ കാരണം എന്തായിരുന്നു? അതിനുള്ള ക്വാളിറ്റി ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹ് എന്ന് പറഞ്ഞു, ഇബ്രാഹിം, നമ്മളെ തീക്കുണ്ടാരത്തിലേക്ക് ഇന്നൊരു ഭരണാധികാരി ഇട്ടാൽ അതുണ്ടാവോ? ഞാൻ പറയുന്നു, ഒന്നുകൂടെ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചെങ്കടലിലെടുത്ത് വന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹ് ചെയ്തു കൊടുത്ത സൗകര്യം
രക്ഷപ്പെടുത്തൽ നമുക്കുണ്ടാവും. ഏതൊരു ജലത്തിന്റെ മാറി നിൽക്കലിലാണോ മോസസ് പ്രവാചകനും അനുയായികളും നടന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാലി ചളിയിൽ പൂണ്ടുപോകാതെ അവർ നടന്നു കയറിയത്, അതേതിലും നടന്ന ആളാണ് ആര്? ഫിറൗൻ. പക്ഷെ അതെന്ത് ചെയ്തു? അതുവരെ മൂസാ നബിയും അനുയായികളെ നാട് വിട്ട് ഓടിപ്പിച്ച വ്യക്തിയെ നിമിഷം കൊണ്ടല്ലാഹു, ഞാനത് പറയുമ്പോൾ മുമ്പ് ഉപയോഗിച്ചൊരു പദം ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അതെന്താണ്? ഒരു ഏതാനും സെക്കൻഡുകൾക്കപ്പുറത്ത് പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്ന് പറഞ്ഞ ആളുകളാണ് ആര്? മുസ്ലിങ്ങൾ. അതായത് കഴിഞ്ഞു, ഇനി ജീവിതമല്ല. ഫിറൗനും കൂട്ടരും പിടിച്ചു, നമ്മൾ നശിച്ചു, ഇനി നമുക്ക് രക്ഷയില്ല, ഒരു കടലാസ് ഉണ്ടായിട്ട് ഇനി കാര്യമല്ല. അങ്ങനെ വിചാരിച്ചു. ഏതാനും സെക്കൻഡ് മുമ്പ് ഫിറൗനും കൂട്ടരുടെ മനസ്സിൽ എന്തായിരുന്നു? മൂസാ നബിയും ഈ ടീമിനെ നശിപ്പിച്ച പിന്നെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ തമ്മാടിത്തത്തെ എതിർക്കാൻ എന്നൊരു ടീം ഉണ്ടാവില്ല, സർവതന്ത്ര സ്വതന്ത്രരായിട്ട് ജീവിച്ചേക്കാം. മറുഭാഗം എന്താ വിചാരിച്ച? എന്നേക്കും നിഷ്കാസിതമാകുമെന്നും ഇനി എന്നേക്കും അറമാദിച്ച് ജീവിക്കാമെന്ന് അക്രമികളും വിചാരിച്ച മൈക്രോ സെക്കൻഡിനിടയിൽ ഇന്ന മകയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിച്ചപ്പോ എന്നെ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും നിയന്ത്രിക്കുന്നത് സി എം ഇടപുര എന്ന് പറഞ്ഞ ഒരു ആലിമ് ജീവിക്കുന്ന സ്റ്റേറ്റിലാണ് ഞാൻ ഈ പ്രസംഗിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും എന്റെ രക്ഷകൻ അദ്ദേഹമാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ള എന്റെ രക്ഷകനും അദ്ദേഹമാണ് എന്ന് പച്ച മലയാളത്തിൽ ഇത്രയുള്ള താടി വെച്ച് വലിയ തലപ്പാവ് വെച്ച് വലിയ കെട്ടും കൂട്ടമൊക്കെ ആയിട്ട് ജീവിച്ച് ഇപ്പൊ കസേരയിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടിക്കൊണ്ടുവന്ന് വലിയ ഗ്രാൻഡ് 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 അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു 100 ഗ്രാൻഡ് കൂട്ടിയിട്ട് മുഫ്തി നടുകൂട്ടിക്കളി, അങ്ങനെയുള്ള ഒരാള്. നേരെ വെച്ച് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് ഇന്ന മഹിയ റബ്ബി സയഹ്ദീൻ. വ്യത്യാസമുണ്ട്. മൂസാ നബീനെ രക്ഷപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഇതാണ് കാരണം. അപ്പോ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ഗൗരവമായി ആലോചിക്കേണ്ട ചില ചരിത്രങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയും കൂടി സാന്ദർഭികമായിട്ട് പറയേണ്ടതുണ്ട്. ശരിക്കും മനസ്സിൽ വെച്ചോളിട്ടോ. ഒരു മുസ്ലിം നാമധാരിയായി എന്നതുകൊണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെയുള്ള മറ്റു സമുദായത്തോട് ക്രൂരതയും മുസ്ലിങ്ങളോട് അനുകമ്പയും കാണിക്കുന്ന റബ്ബിനെ അല്ല ഖുർആൻ പരിചയപ്പെടുത്തി. ആണോ? അങ്ങനെ മനസ്സിലാക്കേണ്ട ആരെങ്കിലും? തെറ്റിനെ തെറ്റി എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ കടന്നുപോയത്. ശരിയാണോ? ആണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. വളരെ സിമ്പിളായ ഒരു ഉദാഹരണം. ഈ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത്തു ഖുലൂബുഹും എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആയത്ത് സൂറത്ത് ഹദീദിലെ 50-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനം. അവിടെ അല്ലാഹ് പറയുന്നത് എന്താണ്? അവരായതുപോലെ ആകാതിരിക്കാനും, ജൂതന്മാരായതുപോലെ വേദം നൽകപ്പെട്ടവരായതുപോലെ ആകാതിരിക്കാൻ. അപ്പൊ വേദം നൽകപ്പെട്ടവർക്കൊരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കും ചിന്തിക്കേ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കൊരു നല്ല സുവർണകാലം ഉണ്ടായിരുന്നു. അതേതായിരിക്കും? ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വനൂർ. തൗറാത്ത് നൽകപ്പെടുകയും അതിൽ പ്രകാശവും മാർഗദർശനവും ഉൾക്കൊള്ളുകയും ചെയ്തൊരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. അവരതിനനുസരിച്ച് വിധിച്ചിരുന്നു. എന്നിട്ട് ഖുർആൻ പറയണത്, കാലം മുന്നോട്ട് പോയപ്പോ അവർ അതിൽ കടത്തിക്കൂട്ടുകയും അതിനെതിരായി വിധിക്കുകയും തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയും താബൂത്തുകളെ തേടി പോവുകയും ചെയ്തു. ഒരു ഉദാഹരണം. ഇപ്പൊ നമ്മൾ വെള്ളിയാഴ്ചയിലാണല്ലോ. ഈ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു സംഭവം പറയാം. ഇമാം ബുഖാരിയിൽ അതുണ്ട്. ഇമാം ബുഖാരിക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിയിൽ അതുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അത് വിവരിക്കുന്നുമുണ്ട്. എന്താണ്? വെള്ളിയാഴ്ച ജുമയ നടക്കുകയാണ് മദീനയിൽ. മദീന പള്ളിയിൽ ജുമയ നടക്കുകയാണ്. ഇതുപോലൊരു ജുമയ നടക്കുകയാണ്. അവരുടെ മാർക്കറ്റിൽ, മദീന മാർക്കറ്റിൽ ഒരു ഒട്ടകപ്പുറത്ത് ഭക്ഷണ സാധനവുമായിട്ട് ഒരു സംഘത്താണ്. ഈ ഒച്ചയും ബഹളവും കേട്ടിട്ട് മതി ഖുതുബ കേട്ടത് എന്ന് കരുതി സഹാബികളാണ് ഇറങ്ങിപ്പോണെന്ന് ഓർക്കണം. സഹാബികളാണ് ഇറങ്ങിപ്പോണത് എന്ന് ഓർക്കണം. 12 ആൾ ഒഴികെ ഉഹദ് മലയില് 14 ആള് പോലെ, പിന്നെ 36 ആൾ ഇറങ്ങിപ്പോയി. ഇവിടെ 12 ആൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഇറങ്ങിപ്പോയി. അപ്പൊ ജാബിർ റളിയല്ലാഹു പറയാണ്,
ആ സംഭവത്തെ പുരസ്കരിച്ചുകൊണ്ട് തിരുദൂതർ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ 12 പേരും കൂടെ അവരോടൊപ്പം ഇറങ്ങിപ്പോവുകയും ഞാൻ മിമ്പറിൽ ഒറ്റക്കാകുകയും ചെയ്തിരുന്നുവെങ്കിൽ, അല്ലാഹുവാണേ സത്യം, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ഈ മിമ്പറിൽ ഞാൻ മാത്രം അവശേഷിക്കുകയും നിങ്ങൾ മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഇറങ്ങി മാർക്കറ്റിൽ ദുനിയാവിന്റെ പിന്നാലെ, അതാണ് ഹദീസിന്റെ പ്രയോഗം, അതാണ് ദുനിയാവിലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോയിരുന്നുവെങ്കിൽ അഗ്നി നിങ്ങളെയും കൊണ്ട് ഒഴുകുമായിരുന്നു. ആ പ്രയോഗം തന്നെ അങ്ങനെ, അഗ്നി നിങ്ങളെയും കൊണ്ട് ഒഴുകുമായിരുന്നു. ഇനി 2 പോയിന്റാണ് പറയുന്നത്. ബനൂ ഇസ്രായേലുകളോട് അവരുടെ ജുമ ദിവസം ശനിയാഴ്ചയായിരുന്നു. എനിക്ക് ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ആ മതവിശ്വാസികൾ കള്ള കൽപ്പിച്ചു കൊടുത്ത വെള്ളിയാഴ്ച എന്നുള്ളത് ശനിയാഴ്ചയായിരുന്നു. അവരുടെ ജുമ നടക്കുന്നത് ശനിയാഴ്ച. അന്ന് അവർക്കൊരു വിലക്കുണ്ടാക്കി, എന്ത്? മീൻ പിടിക്കരുത്. അവരെന്ത് ചെയ്തു? വലിയ ഗട്ടർ ഉണ്ടാക്കി മത്സ്യം, അന്ന് മാത്രം പ്രത്യേക പരീക്ഷണം ഉണ്ടാക്കിയിരുന്നു ആ ശനിയാഴ്ച. മത്സ്യങ്ങളൊക്കെ കടലിന്റെ മേലെ വന്ന് ഇങ്ങനെ കാണാറില്ലല്ലോ സാധാരണ, ശ്വസിച്ചോണ്ട് ചൂണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അവർക്ക് വന്ന് നിൽക്കും. അപ്പൊ ആരും ഏത് മീൻ പിടിക്കാൻ തോന്നുവനും അത് പിറ്റേന്നില്ല, തലേന്നുമില്ല. ആ അവസ്ഥ ഒരു പരീക്ഷണമായിട്ട് അള്ളാഹു നിശ്ചയിച്ചവിടെ കൊടുത്തു. അപ്പൊ അതിനെ വലിയ ഗട്ടർ ഉണ്ടാക്കിയിട്ട് ആ ഗട്ടറിലേക്ക് ഇവര് ആക്കിയിട്ട് അതിന്റെ കവാടം, കടലിലേക്കുള്ള കവാടം അവരടച്ചു കളയും. അപ്പൊ എന്തായി? കൈയോട് പിടിച്ചിട്ടില്ല. നോക്കണം, അള്ളാഹിനെ പറ്റിക്കുന്ന രീതി നോക്കണം. ഇനി അവരെ പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട 5 പോയിന്റുകൾ. അപ്പൊ ഈ തെറ്റ് അവർ ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഈ തെറ്റ് ചെയ്യാതെ മാറി നിന്നു. ശരിക്കും ഇന്ന് മുസ്ലിം സമുദായത്തെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വിഭാഗം ആളുകൾ മാറി നിന്നു, ഒരു വിഭാഗം ആളുകൾ ഈ തെറ്റിൽ തുടർന്നു, ഒരു വിഭാഗം ആളുകൾ ഈ തെറ്റിനെതിരെ ശബ്ദിക്കാൻ തീരുമാനിച്ചു. 3 കാര്യങ്ങളാണ്. ഒന്ന്, തെറ്റ് ചെയ്യാത്ത ഒരു കൂട്ടർ. മറ്റൊന്ന്, തെറ്റ് ചെയ്യുകയും തുടരുകയും ചെയ്യുന്ന ഒരു കൂട്ടർ. മൂന്നാമത്തെ ഒരു കൂട്ടരോ തെറ്റ് ചെയ്തതുമില്ല, തെറ്റിനെതിരെ ശബ്ദിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് ശരിക്കൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. വൈദികാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമനില്ലാ ഔ മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖലു മഅദറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. 7-ാം അധ്യായം 164-ാമത്തെ വചനം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. എന്ത്? അപ്പോ ആദ്യം പറഞ്ഞു എന്ത്? തെറ്റ് ചെയ്യുന്നൊരു കൂട്ടർ, ആ തെറ്റിൽ തുടരുന്നൊരു കൂട്ടർ, തെറ്റ് ചെയ്യാത്തൊരു കൂട്ടർ. ആ തെറ്റിനെതിരെ അവരെന്ത് ചെയ്യുന്നില്ല? സമരം ചെയ്യുന്നില്ല, മൗനം ദീക്ഷിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ആ കൂട്ടർ തെറ്റിനെതിരെ ശബ്ദിച്ചവരോട് ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചത്. നിങ്ങൾ എന്തിനാണ് വൈദികാലത്ത് ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമനില്ലാ, അള്ളാഹ് ശിക്ഷിക്കാൻ തീരുമാനിച്ച, അള്ളാഹ് ശിക്ഷാ നടപടി എടുക്കാൻ തീരുമാനിച്ച, നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ജനതയോലെ പാട്ടിന് വിട്ടാ പോരെ? നിങ്ങൾ പിന്നെ അതിന്റെ ഇടക്ക് കയറി ഇത് പറഞ്ഞിട്ട് കൂടുതൽ വഷളാക്കണോ രംഗം? നമ്മൾ ഞാനൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇതിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ചളാക്കണത് എന്ന് ആളുകൾ ചോദിക്കാൻ. അപ്പൊ അവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? അവിടെ ഇവര് പറയുന്നത് എന്താണ്? അവര് നശിപ്പിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ കല്ലെടുക്കണ തീരുമാനമാണ്. ഞങ്ങളുടെ ബാധ്യത ഒരു തെറ്റ് കണ്ടാൽ വമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബി ഫഹുവ മുഅ്മിൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? തിന്മകൾ ഉണ്ടാകുന്ന ഒരു ലോകത്ത് ആ തിന്മക്കെതിരെ ശബ്ദിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് പിന്നെന്താ? ആ തിന്മ ചെയ്തവരെ അള്ളാഹു എന്ത് ചെയ്തു? നിന്ദ്യന്മാരായ കൊരങ്ങന്മാരാക്കി മാറ്റി. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. മുസ്ലിമീങ്ങൾ, അന്നത്തെ മുസ്ലിമീങ്ങൾ, നമ്മൾ ജൂതന്മാരെന്ന് പറയുന്നവർ മുസ്ലിങ്ങളായിരുന്നു എന്ന് അങ്ങനെ ഒരു പോയിന്റ് കൂടി ഉണ്ട് അതിലേന്ന്. പിന്നെ ഒരു ജൂത സമുദായം എന്ന് വിളിക്കപ്പെട്ട ഹിസ്റ്ററിയിലെ വേർതിരിവാണ്. അതിന് കാരണമുണ്ട്, അത് ഞാൻ പറയാം പിന്നീട്. സഹോദര, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടവരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് ജുമ ഉണ്ടായത്, അതുകൊണ്ട് അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തത്. ആ ദിവസം അവർ ആ തെറ്റ് ചെയ്യണം. ഏതുപോലെ? നേരത്തെ കണ്ട പോലെ മദീനത്തെ മാർക്കറ്റിൽ ഒട്ടകപ്പുറത്ത് ഭക്ഷണ സാധനം വന്നപ്പോ ഖുത്ബ നടക്കവേ ആഖിറത്തിനേക്ക്. അതുകൊണ്ടല്ലേ എന്ത് പറഞ്ഞേ? ഈ ജുമ കഴിഞ്ഞാൽ ഫന്തശ്റൂ ഫിൽ അർള്, നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ?
ആ ജുമേന്റെ ടൈം അവിടെ ഇരുന്നൂടായിരുന്നോ എന്ന് ഖുർആൻ ചോദിക്കണം. അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ ഇറങ്ങിയൊരായത്തല്ല. അത് നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. അന്നെങ്ങാനും ഈ 12 പേർ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അഗ്നി തായ്വര ഉണ്ടാകുമായിരുന്നു എന്നാണ് നബിയുടെ പ്രയോഗം. അഗ്നിയുടെ തായ്വര, വെള്ളം കുത്തി ഒഴുകുന്ന പോലെ തീ നിങ്ങളെ കത്തിച്ചുകൊണ്ട് കടന്നു പോകുമായിരുന്നു. ശരിക്കും സുബൈ ജമായത്ത് നിസ്കരിക്കാത്തവരെ പറ്റി അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ്? അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കാൻ എനിക്ക് തോന്നിപ്പോയി. ഇവിടെ ഒരു വിഷയം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാല്, കടുത്ത ഭരണാധികാരികൾ ലോകത്തുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലം, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്ത് കടുത്ത നിലപാടുകളായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. അതിശക്തമായ നിലപാടെടുത്ത ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറിച്ച് പിന്നെ ഇറാഖിലെ ഭരണാധികാരിയായിട്ടുള്ള വ്യക്തിയോട് ഒരാള് പരാതി പറയാണ്. എന്താ പരാതി പറയുന്നത്? അവിടെ ഖലീഫയോട് മാലിക് ബിൻ മർവാൻ ഇബ്നു മർവാനോട് അവർ സമീപിച്ചിട്ട് പറയാണ്, എന്താ ഹജ്ജാജ് ബിൻ യൂസുഫ് വളരെ കടുത്ത മനുഷ്യനാണല്ലോ, ജനങ്ങൾ അദ്ദേഹത്തിന്റെ കാഠിന്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മലിക് നോക്കൂ, നിങ്ങൾ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മറുപടി അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അദ്ദേഹത്തിലേക്ക് കുറ്റം ചാർത്തി നിങ്ങൾ പറയരുത്. പോയിന്റാണേ, ശരിക്കും ശ്രദ്ധിക്കണം. അദ്ദേഹം കഠിന ഹൃദയനാണെന്നും വളരെ കടുത്ത നിലപാടെടുക്കുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് താങ്ങാനാകാത്തതാണെന്നും ശരി. പക്ഷേ അങ്ങനെ ഒരാൾ അള്ളാഹ് നിശ്ചയിക്കാനുള്ള കാരണക്കാർ നിങ്ങളാണ്. ഇനി പഠിച്ചോളി, ഇനി നമ്മൾ ഇന്ത്യയിൽ പഠിച്ചോളി. കേന്ദ്രം ഭരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ തുടർഭരണം ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ ലെവലിൽ ഒരേ ആശയാണ് ഭരിക്കപ്പെടുന്നത്. നമ്മൾ പറയും ഇന്ന സ്റ്റേറ്റ് അങ്ങനെ നല്ല കേട്ടോ. അത് നിങ്ങൾക്ക് എന്നോട് ആരോടും ഒരു വിഷമം തോന്നിയൊരു കാര്യമില്ല. കേന്ദ്രത്തിൽ എന്തോ ആഗ്രഹം അത് നടപ്പാക്കണേ നമ്മുടെ നാട്ടിലും. ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ തെറ്റിയാലും വസ്തുത അതാണ്. ഈ തുടർച്ച ഉണ്ടായത് എന്തുകൊണ്ടറിയോ? ഈ 2 കൂട്ടരെയും നയിക്കുന്ന ഒരു ടീമായതുകൊണ്ടാണ്. നിങ്ങൾ വെറുതെ ഉണ്ടായതല്ല, അത് ഇനിയും ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും അല്ല ചിന്തിക്കാൻ. ഇവരൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അവർക്കെതിരെ ശബ്ദിക്കാന്നല്ല, നമുക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അള്ളാഹു ആ പരീക്ഷണം നീക്കി തരും. ഇനി നോക്കിയോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പിന്നെ പറയുന്ന കാര്യം എന്താ അറിയോ? ഹജ്ജാജ് എന്നവൻ ജനങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ്. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന വ്യക്തി. അത് വെറുതെ ഉണ്ടായതല്ല. അടുത്ത വാചകം എന്താ? അത് വെറുതെ ഉണ്ടായതല്ല. എന്താ കാരണം? നിങ്ങൾ ദുഷിക്കുകയും നിങ്ങൾ തിന്മയിൽ ആപതിക്കുകയും നിങ്ങൾ വ്യാപകമായി സിന കൊണ്ടാടുകയും അളവിലും തൂക്കത്തിലും കൃത്രിമം കൊണ്ടാടുകയും നമസ്കാരത്തിൽ അനാസ്ഥ കാണിക്കുകയും ഖളാഅ് വരികയും ചെയ്തതുകൊണ്ടാണ് അവനെ അള്ളാഹു നിങ്ങളുടെ ഭരണാധികാരിയാക്കിയത്. അപ്പൊ വിഷയം എന്താ? സിമ്പിൾ. ഞാൻ ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. നല്ല ക്ഷീണമായതുകൊണ്ട്, ഭയങ്കര പ്രശ്നം ശബ്ദത്തിനൊക്കെ ഉള്ളത് കൊണ്ട് എന്നോട് കുറച്ച് ഉറങ്ങിക്കോളാനൊക്കെ നിരന്തരം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ട് വരാം, ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരൊറ്റ വാചകം ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതെന്താണെന്നറിയോ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ ഡോക്ടർമാരെ പെട്ടെന്ന് പരിശോധിക്കും. ഇപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു കുട്ടിക്ക് ചെറിയ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പരിക്ക് പറ്റും. പക്ഷെ അവരത് അത്ര കെയർ ആക്കിയില്ല. പക്ഷെ അവൻ്റെ സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്തതിന് പറഞ്ഞു ഉടനെ സർജറി വേണം. അപ്പം സർജറിക്ക് കാരണം ആ കളിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറയുന്നത്, ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് മാത്രങ്ങൾ ചിന്തിക്കും. ആ രോഗിയോട് ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, അതിൻ്റെ കാരണം നിങ്ങളുടെ നിരന്തരമായ പുകവലിയാണ്. രോഗത്തെ ചീത്ത പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം, ഈ ആരോഗ്യത്തെ പിൻവലിച്ച് ഈ രോഗാണുക്കൾ അവിടെ വിഹരിക്കാൻ കാരണക്കാരനാരാ? രോഗാണുവിനെ ചീത്ത പറയാ, നിക്കോട്ടിനെ ചീത്ത പറയാ, കരൾ സീറോസ് ഉണ്ടാക്കുന്ന മദ്യത്തിലടങ്ങി ആൽക്കഹോളിനെ തെറി പറയാ. അതുപോലെയാണ് നമ്മളിന്ന് എന്ത് ചെയ്യുന്നത്? ഭരണാധികാരികളെയും ഞാനും നിങ്ങളും അടക്കമുള്ളവര് യഥാർത്ഥത്തിൽ എന്താ ഇവിടെ സംഭവം? ഇതൊക്കെ ഇവിടെ വരാനുള്ള കാരണം നമ്മളാണ്. എന്താ കാരണം? ഞാൻ ഒരൊറ്റ പോയിന്റ് കൊണ്ടത് പറയാം. ഇന്ന് കേരളത്തിൽ കല്യാണ രംഗത്ത് മാത്രമുള്ള തിന്മ നമ്മൾ എടുക്കുക, 1000 തിന്മ മുസ്ലിങ്ങൾക്കിടയിൽ എടുത്താൽ 10 തിന്മ പോലും ഹൈന്ദവർക്കിടയിൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് 10 തിന്മ പോലും, അതായത് ഭയങ്കര അസ്വസ്ഥത. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ, ഒരു ഹിന്ദുവിന്റെ വളരെ മോശമായ ഒരു കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ആരുടേതാണ്? ഏറ്റവും വൾഗറായ കല്യാണങ്ങൾ ആരുടേതാണ്? എല്ലാ വിഷയത്തിലും തിന്മയിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് കുതിക്കുന്ന സമുദായം ഏതാണ്? ആ സമുദായത്തിന്റെ വിലാപം എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്താണ്? പടച്ചോനെ കേന്ദ്രത്തിൽ അടുത്തേതെങ്കിലും നല്ലൊരു പ്രസ്ഥാനത്തെ എത്തിച്ചാണ്. ഉണ്ടാവില്ല കേട്ടോ. ഈ ആഴ്ചത്തൊക്കെ തിന്മ മാത്രം മുസ്ലിങ്ങൾ എടുത്താൽ അത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ശരിക്കും മനസ്സിലായിക്കൊള്ളി. ഈ നിമിഷം മുതൽ നോക്കൂ നിങ്ങൾ, ഈ ഹജ്ജാജ് ബിൻ യൂസുഫുമായി ബന്ധപ്പെട്ടൊരു സംഭവം കൂടെ പറയാം. അനസ് റളിയല്ലാഹു അൻഹു ഈ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ളുഹ്ർ നിസ്കാരം ഒരല്പം പിന്തിയപ്പോ അതിനെതിരെ സംസാരിക്കാൻ അനസ് റളിയല്ലാഹു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. അനസ് റളിയല്ലാഹു എഴുന്നേറ്റ് നിന്ന് ഇയാള് നിസ്കാരത്തിൽ ഖളാ വരുന്നതിനെ അപ്പം ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അനസ് റളിയല്ലാഹുവിന്റെ സഹോദരങ്ങളൊക്കെ തടഞ്ഞു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തില്ല, അവിടെ നിന്നില്ല. ആ ളുഹ്ർ നീട്ടിക്കൊണ്ടുവന്നൊരു സദസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് കയറി പോകാൻ നേരം തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾക്ക് വെറുതെ അല്ല ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ അല്ലാഹ് ശിക്ഷയായി നിയോഗിച്ചത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമാണ് ഇപ്പൊ മുസ്ലിം ഉമ്മത്തിൽ നിലക്കുന്നത്. ഞങ്ങളൊക്കെ റസൂലിന്റെ കൂടെ ജീവിച്ചിരുന്ന പലതും ഇന്നില്ല. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ നിസ്കരിക്കണ്ടല്ലോ. ഉണ്ട്, നിങ്ങൾ നിസ്കരിക്കേണ്ടത് ളുഹ്ർ മഗ്രിബിന് നിങ്ങൾ നമ്മളെ പെണ്ണുങ്ങളെ കച്ചവടക്കാരൊക്കെ നോക്കൊണ്ടു ഒന്നിച്ച് അങ്ങനെ നിസ്കരിക്കുന്ന അതായത് നമ്മളെന്താ നിസ്കാരം ഉണ്ട്, നമ്മൾ വിചാരിക്കും ഭയങ്കര അള്ളാഹ്ക്ക് ഇഷ്ടമായി എന്ന്. ഇല്ല, അള്ളാഹ് വലിയ ധിക്കാരികളായ ഭരണാധികാരികളെ കേരളത്തിലും കേന്ദ്രത്തിലും നിയോഗിക്കുന്ന എന്തുകൊണ്ടറിയോ? നമ്മളെ നിസ്കാരത്ത് ഖളാവ് വരുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റും നമുക്ക്? നിസ്കാരത്ത് ഖളാവ് വരുന്നോണ്ടാണ് ഇങ്ങനെ ഒരു നിയോഗം നമ്മൾ ചിന്തിക്കോ? അതിന് വേറൊരു വാചകം പിന്നെ അൽബാനിയൊക്കെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയോ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇന്ന് രാവിലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഒരു കാർമേഘം കണ്ടാൽ നബിയുടെ മുഖം വിവർണമാകും. അള്ളാഹിന്റെ ശിക്ഷ വരിക എന്ന് കരുതി ഇസ്തിഗ്ഫാറിനെ തേടും. നമ്മളോ കടുത്ത കാർമേഘം എന്ത് കുന്നമെന്നാലെന്താ നമ്മളെ കുഴപ്പം കൊണ്ടാണെന്ന്. അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു വർഷമായല്ലോ മഴ പെയ്യുന്നത് തുടർച്ചയായിട്ട് കേരളത്തിൽ അതിശക്തമായ കാർമേഘമാണ്. അതുപോലും ബേജാറുണ്ടാക്കേണ്ട കാര്യമാണ്. മുസ്ലിം സമുദായം കൃത്യമായി ഇസ്ലാമിനെ ഫോളോ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പറങ്കിപ്പട കേട്ടിട്ടുണ്ടോ? പറങ്കിപ്പട സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പറങ്കിപ്പട ഇന്ത്യയിലേക്ക് വന്ന് ആ പറങ്കിപ്പടയെ അള്ളാഹ് ഇന്ത്യയിലേക്ക് അയച്ചത് പോലും മുസ്ലിങ്ങളുടെ തെമ്മാടിത്തം ചെയ്തുകൊണ്ടാണെന്നാണ് അന്ന് സലഫി ഉലമാക്കൾ എഴുതിയത്. കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ 5-ാമത്തെ പേജിലുള്ള എന്താണെന്നറിയോ? അതിന്റെ 5-ാമത്തെ പേജിൽ മുസ്ലിങ്ങൾ സുഖലോലുപരായി ജീവിക്കാൻ തുടങ്ങുകയും അല്പസന്തോഷത്തിൽ അറമാദിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ അമിതമായ സുഖങ്ങളിൽ മതിമറക്കുകയും, അടുത്ത വാചകം എന്നറിയോ, മതശാസനകളിൽ നിന്ന് വ്യതിചലിക്കുകയും. ആ പുസ്തകത്തിൽ 5-ാമത്തെ പേജിലുള്ള എത്ര കൊല്ലം മുമ്പ് എഴുതിയ പുസ്തക വ്യതിചലിക്കുകയും. അടുത്ത വാചകം എന്നറിയോ, സദാചാരങ്ങളുടെ വേദി ദുരാചാരങ്ങളുടെ കേളീകേന്ദ്രമായി മാറുകയും ചെയ്തു. സുന്നത്ത് നടക്കേണ്ട ഇടങ്ങൾ ബിദ്അത്ത്. പള്ളി പോലും അള്ളാനെ മാത്രം വിളിക്കാനാ പള്ളിന്നാ ഖുർആനിലെ. അവിടെ ഖുതുബിയത്ത് നടത്തി 1000 വട്ടം ആരെ വിളിക്കണേ? മൊയ്തീൻ ശേഖനെ. എന്നിട്ട് അദ്ദേഹം പറയാ, ഇത്തരം അനീതിക്ക് ദൈവീക ശിക്ഷ എന്ന നിലയിലാണ് പറങ്കികളുടെ ആഗമനം ഉണ്ടായത്. മുജാഹിദ് വാസിയുടെ വകയല്ല, എഴുതിയ വാചക പറയുന്നത്. പറങ്കികളുടെ ആഗമനം ഉണ്ടായതെന്താ? കൊണ്ടോട്ടി നേർച്ചണ്ടായതിന്റെ പേരിൽ, പട്ടാമ്പി നേർച്ചണ്ടായതിന്റെ പേരിൽ, ഇന്ന് കാണുന്ന വൃത്തികേടിന്റെ പേരിൽ, ഇന്ന് കാണുന്ന മുസ്ലിംമാരുടെ പേരിൽ. എന്റെ ഭാഷയിൽ ഇന്നത്തെ മൊയ്ലിയാമാരെ കേരളത്തിൽ നിഷ്കാസിതമായാൽ അള്ളാഹിന്റെ ശിക്ഷ മാറി നമുക്ക് നല്ല കാലം വരും. ഈ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിലേ പറയും. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒരു ചരിത്രമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ താർത്താരികളുടെ ചെങ്കീസ് ഖാന്റെ പട്ടോളം മംഗോളിയ കടന്നു വന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മുസ്ലിങ്ങൾ ദർഗയിലേക്ക് അഭയം തേടിക്കൊണ്ട് ദർഗയിലെ ഷെയ്ഖിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ വാചകമാണ്. എന്താ അദ്ദേഹം പറയുന്നറിയോ? അദ്ദേഹം പറയുന്നത് ഒറ്റ കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഓ ഏ സമൂഹമേ, അല്ലയോ ജനങ്ങളെ, എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. അദ്ദേഹം പറയുന്നത്, നോക്കൂ, നിങ്ങൾ ഉഹദ് തൗഹീദുള്ള സഹാബത്ത്, സുന്നത്തുള്ള സഹാബത്ത്, നബിയെ അച്ചട്ടനുസരിച്ച സഹാബത്ത് ഒരു നേരിയ അനുസരണക്കേട് കാണിച്ചപ്പോ ഉഹദിൽ പരാജയപ്പെട്ടുവെങ്കിൽ ശിർക്കുള്ള നിങ്ങളെ, അള്ളാഹുവിലേക്ക് ഉയരേണ്ട കൈകൾ ദർഗയിലേക്ക് ഉയർത്തിയ നിങ്ങളെ എങ്ങനെ ചെങ്കീസ് ഖാന്റെ ആ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അന്ന് എന്ന് പറഞ്ഞാൽ, നീ പറഞ്ഞില്ല ആരാ മുദബ്ബിറുൽ ആലം എന്ന് വെച്ചാൽ അബൂജഹൽ പോലും പറഞ്ഞിരുന്നത് അള്ളാഹുന.
അബുവോ ആധുനിക അബു, ആധുനിക അബു, ബാക്കിയുള്ള പേരുകൾ കൂട്ടിയാൽ മതി. ഞാൻ കൂട്ടിയിട്ട് ഇന്ന എല്ലാവരും തിന്നണ്ട. ആധുനിക അബുവോ, ആധുനിക അബുവിനോട് ചോദിക്കണം. അല്ല അബുവോ, 14 നൂറ്റാണ്ട് മുമ്പുള്ള അബുവിനോട് ചോദിച്ചപ്പോൾ അബു പറഞ്ഞ അള്ളയാണ്. എന്താ അബു എന്റെ അഭിപ്രായം? അത് ചിറ്റടി മീത്തൽ അബൂക്കറാണ്, സീമടവൂരാണ്. അത് നാവോണ്ട് ഉരിയാടിയിട്ട് ഇവിടെ അതൊക്കെ വന്നിട്ടില്ലെങ്കിൽ നായക്ക് 40 വട്ടം ഇസ്ലാമിനെ നിഷ്കാസിതമാക്കുന്നവരുടെ കൂടെ പോയിരിക്കുന്ന മൊല്ലയായി ഈ മൊല്ല. ഈ മൊല്ലയും മൊല്ലയുടെ മകനും ഈ മൊല്ല ഉണ്ടാക്കിയ സൂഫികളും പിന്നെ രക്ഷപ്പെടുവോ? എല്ലാ ശിർക്കിനോടും കോംപ്രമൈസ്, എല്ലാ തോന്നിയാസത്തോടും കോംപ്രമൈസ്. എന്തിന്? പക്ക ബിംബാരാധന നടക്കുന്ന സ്ഥാപനത്തിൽ പോയി അതിന്റെ ഉത്സവത്ത് കൂടിക്കൊടുത്ത് അവിടെ നിന്ന് ചോറും തിന്ന് അവിടെ നിന്ന് പാട്ടും പാടി അവിടെ നിന്ന് ഇന്റർവ്യൂ എടുക്കുന്ന തങ്ങന്മാർ ജീവിക്കുന്ന കേരള ജനത ഇതിൽ കൂടുതൽ വലിയ പരീക്ഷണത്തിന് വിധേയമാകോ? ആവൂലേ? നേരത്തെ പറഞ്ഞ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം എഴുതിയ സലഫി ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു? ഇനി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നൊരു വാചകം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ സൂറത്ത് ഹജ്ജിലാണ്, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി വഅഖാമുസ് സ്വലാ വഅതുസ് സക്കാ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞിരുന്നറിയോ, സൂറത്ത് ഹജ്ജിലാണ് പറയുന്നത്. 41-ാമത്തെ വചനത്തിൽ പറയാണ്, അവർക്ക് ഭൂമിയിൽ ആധിപത്യം കിട്ടിയ. ശരിക്കും ഈ ആയത്തിന്റെ ഇന്ത്യൻ അർത്ഥം എന്തായിരിക്കും? ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അവർക്ക് നാം ഭൂമിയിൽ ഒരു ഭരണഘടന നൽകിയാൽ ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതിന്റെ മുഴുവൻ ആചാരവും മുറുകെ പിടിക്കാനും മറ്റൊന്നും കടമെടുക്കാതിരിക്കാനും ആ നിങ്ങളുടെ ആദർശം പബ്ലിക്കിൽ പറയാനും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് അത് എത്ര കണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഇവിടെ പറ, എത്ര കണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? പള്ളികളിൽ സുബൈക്ക് എത്ര ആൾ വരുന്നുണ്ട്? അലി ഇബ്നു അബീ താലിബ് കൊല്ലപ്പെട്ട് പള്ളിയിലേക്ക് വീട് മുട്ടി വിളിച്ചു പോകുമ്പോ ദാ സുബൈ ജമാഅത്തെ എഴുന്നേക്കൂ എഴുന്നേക്കൂ എന്ന് പറഞ്ഞ് പോകുമ്പോൾ കൊല്ലപ്പെട്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മിഹ്റാബിൽ വെച്ച് കൊല്ലപ്പെട്ടു, നിസ്കരിക്കായിരുന്നു. ഖാലിദും വലീദിന്റെ സൈന്യം ഏറ്റുമുട്ടിയപ്പാണ് റുസ്തം പോയി നോക്കി എന്താ അവരുടെ അവസ്ഥ. അനാ ഇല്ലൈലി സാജിദൻ വഖായിമ. അതാണ് നമ്മുടെ അവസ്ഥ. അതാ കഴിഞ്ഞ ആഴ്ചയൊക്കെ മുസ്ലിം പെൺകുട്ടികളെ ബോധപൂർവ്വട്ടോ നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ വന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവും, അതിനോട് ഒരു നിലക്കും സഹകരിക്കുകയെന്നാണ് പഠിപ്പിച്ചത്. അത് ചെയ്യുന്ന SFIന്റെ നേതൃത്വത്തിലാണ്. ലിബറലുകളാണ്, ഞാനിത് തുറന്നു പറയാട്ടോ, ലിബറലുകളാണ്, SFI ആണ് അതിൻ്റെ പിന്നിൽ. മുസ്ലിം തട്ടമിട്ട പെൺകുട്ടികളെ മാത്രമാണ് അവൾ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് ആ എട്ടും പൊട്ടും തിരിയാത്ത, വിവരമില്ലാത്ത, പക്വതയില്ലാത്ത, അരപ്പൈസക്ക് ബുദ്ധി വീട്ടിൽ നിന്ന് ബാപ്പയും മീൻ നൽകാത്ത ആ കുട്ടിയില്ലേ, ആ കുട്ടി പറയുന്ന വിവരക്കേടുകൾ കിട്ടും. അത് വ്യാപകാക്കുക, അത് പ്രചരിപ്പിക്കുക, അതിന് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വ്യൂവേഴ്സ് ഉണ്ടാകുക. എങ്ങനെ ഈ നാട് നന്നാവും? എങ്ങനെ ഈ നാട് നന്നാവും? മുസ്ലിം പെൺകുട്ടികളിൽ 1000 പെൺകുട്ടികളെ കണ്ടാൽ 900 പെൺകുട്ടികളുടെ ചുവപ്പും കാക്കയുടെ നാവിൻ്റെ ചുവപ്പ്. കാക്ക കറുത്തിട്ടാ, കാക്കയുടെ നാവ് ചുവന്നിട്ടാ. അത് നിങ്ങൾ ആലോചിച്ചോ, കാക്കൻ്റെ നാവിന് ഒരു പ്രത്യേക ചുവപ്പാ, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ചുണ്ട് ചോപ്പിച്ച ഈ പെൺവർഗം വർദ്ധിച്ച്, ഞാൻ അതും പറയുന്നു, 1000 സ്ത്രീകളിൽ നിന്ന്, 1000 ഹിന്ദു സ്ത്രീകളിൽ നിന്ന്, 1000 ക്രിസ്ത്യാനികളിൽ നിന്നാൽ 990 ചുണ്ട് ഒപ്പിച്ച മാപ്പിളാരായിരിക്കും. അത്ര തന്നെ വേറെ ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ. എങ്ങനെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ആ ഹദീസ് പറയുന്നത് എന്താ അറിയോ? ഇവിടെ പറഞ്ഞ ഈ വാചകം പൂർത്തിയാക്കാം. അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ ഇതിനെപ്പറ്റി പറയുന്നൊരു വാചകമുണ്ട്. ആധിപത്യം നൽകിയാൽ നമസ്കാരം നിലനിർത്തും, സക്കാത്ത് നൽകും, നല്ലത് കൽപ്പിക്കും, തെറ്റിൽ നിന്ന് വിരോധിക്കും. ഞാൻ ചോദിക്കും, നീ ഇന്ത്യ രാജ്യത്ത് നിസ്കരിക്കുന്നതിന് തടസ്സമുണ്ടോ? സക്കാത്ത് കൊടുക്കുന്നതിന് തടസ്സമുണ്ടോ? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഇവിടെ വിലക്കുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആധിപത്യമുള്ളത്. അല്ല നിങ്ങൾക്ക് ആധിപത്യം തന്നിരിക്കുന്ന ഇന്ത്യയിൽ അത് ഭരണഘടനയാകുന്നു, ഭരണഘടനയാകുന്നു. ആ ഭരണഘടനയ്ക്ക് തുല്യമായി നിൽക്കുന്ന ഒന്നും ഇന്ത്യയിൽ മനുഷ്യൻ രചിച്ച കൂട്ടത്തിലില്ല. ആ ഭരണഘടനയാണ് ഇപ്പം നമുക്ക് പോലും പ്രതീക്ഷ. കാരണം അത് എഴുതിയ മതവിശ്വാസികളുടെ ഒരു സമൂഹമാണ്. അവർ മതത്തെ അവഗണിച്ചിട്ടില്ല. അതിൽ യുക്തിവാദികൾ ഉണ്ടായിരുന്നു, നിരീശ്വരവാദികൾ. എണ്ണത്തിൽ തുലവും വളരെ കുറവ്, 300 ചില്ലാനം ആളുകൾ ഇരുന്ന് ഭരണഘടന തയ്യാറാക്കുമ്പോൾ അതിലൊട്ടുമിക്ക ആളുകളും മതമൂല്യങ്ങളും മതഗ്രന്ഥങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് അതിലെ തത്വങ്ങൾ വരെ എഴുതി. ഒരുപാട് ഉദ്ധരണി പറയാൻ പറ്റും എനിക്കതിന്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ ഭരണഘടന പ്രകാരം നമുക്ക് പള്ളി ഉണ്ടാക്കാം, നമുക്ക് നിസ്കരിക്കാം, നമുക്ക് നോമ്പ് നോൽക്കാം. ആർട്ടിക്കിൾ 30 ആ 30 പ്രകാരം മതസ്ഥാപനം ഉണ്ടാക്കാം. ന്യൂനപക്ഷത്തിന് മതസ്ഥാപനം ഉണ്ടാക്കിയവരെ മതം മാത്രം അവിടെ പഠിപ്പിക്കാം. അത്രയും വലിയൊരു ഭരണഘടന ഉണ്ടായിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുന്നത്?
പരിശോധിച്ചുകൊള്ളു. നിങ്ങൾ എന്താണ് ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വൈൻഡപ്പ് ചെയ്യാം. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, സൂറത്തുൻ നൂറിലെ 55-ാമത്തെ വചനമാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു നിങ്ങളിൽ വിശ്വസിക്കുകയും അതായത് ഈമാനുള്ളവരും സൽപ്രവർത്തികളുള്ളവരും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താ വാഗ്ദാനം? അവരെ ഭൂമിയിൽ അവൻ പ്രതിനിധികളാക്കും. അതുപോലെ തന്നെ മുമ്പത്തെ സമൂഹത്തിന് നൽകിയതുപോലെ അവരുടെ മതത്തിൽ അവർക്ക് ആധിപത്യം നൽകും. ഭയത്തിന് ശേഷം അവർക്ക് സമാധാനം നൽകുകയും ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, യഅ്ബുദൂനനി ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അവരെന്നെ മാത്രമായിരിക്കണം ആരാധിക്കുന്നത്. എന്നെ മാത്രം ആരാധിക്കുന്ന കാര്യത്തിൽ 55% മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായാൽ അവർക്ക് അധികാരമുണ്ട്, അവർക്ക് നിർഭയത്വമുണ്ട്. ഇപ്പൊ നമുക്ക് നിർഭയത്താണോ ഭയാണോ? എപ്പോഴാ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സുഹൃത്ത് തമാശയിൽ പറഞ്ഞ് വീട് പണി എടുപ്പിക്കണം എന്ന് വിചാരിച്ചു, നീ എടുക്കണില്ല. ഞാൻ അന്ന് അവനോട് പറഞ്ഞ വാചകം എന്താ അറിയോ? ഖിയാമത്ത് നാളിനോളം ഭീകരാണോ അത്? ആകാശം ഇങ്ങനെ ഇടിഞ്ഞ് തന്റെ തൊട്ടടുത്തെത്തിയാലും വെക്കണ മരം പൂർത്തിയാക്കാനാ പറഞ്ഞത്. അതാ പ്രതീക്ഷ. നമ്മൾ എടുക്കേണ്ട എല്ലാം എടുക്കണം. ഓരമാന്തോ നിങ്ങൾ എന്തേ പേരുണ്ടല്ലോ, എന്റെ സ്വന്തം ജീവിതം ഞാൻ വെടുപ്പാക്കിയാൽ ഇൻഷാ അല്ലാഹ് എന്നെ അള്ളാഹ് രക്ഷപ്പെടുത്തും. ഞാൻ എൻ്റെ കുടുംബത്തോടും സമൂഹത്തോടും അത് പറയും. ആവുന്നത്ര നന്നാക്കാൻ ഞാൻ ശ്രമിക്കും. എൻ്റെ തിന്മകൾ ആവുന്നത്ര ഞാൻ ഇല്ലാതാക്കും. എന്നിട്ട് ഞാൻ നന്മയുടെ വാഹകനാകും എന്ന് മാത്രം ഈ ഉമ്മത്തിലെ 1 കോടി കേരളക്കാരൻ തീരുമാനിച്ചത് ഇന്ത്യ മുഴുവൻ നന്നാവും. സർവശക്തനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഖുർആനിക വചനം, ഇവിടെ ശരിക്ക് ചിന്തിക്കേണ്ടത് മനുഷ്യരുടെ കൈകൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമായി കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടുമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, മനുഷ്യരാണ് ഇവിടുത്തെ കാരണം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇപ്പം നമ്മൾ സാധാരണ ഒരു സലഫി ഉലമ ആണെന്ന് തോന്നുന്നു ആ വിഷയം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടും വായിച്ചും പോകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതിൽ പറയുന്നൊരു കാര്യം, നമ്മൾ ഭരണാധികാരികളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭരണാധികാരിയാണല്ലോ. നിങ്ങൾ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നുണ്ടോ? മക്കളോട് മാന്യമായി പെരുമാറുന്നുണ്ടോ? ഒരു ഭരണാധികാരി എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ ക്രൂരനാണെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന കേന്ദ്രം ക്രൂരന്മാരായിരിക്കും. വല്ലാത്തൊരു പോയിന്റ് അത്. സ്വന്തം വീട്ടിൽ നിങ്ങൾ ക്രൂരന്മാരായിരിക്കെ തന്നെ കേന്ദ്രത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു വീട് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ ഇജാതി ക്രൂരന്മാരായി എങ്കിൽ ഒരു രാജ്യത്തിന് കിട്ടി നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. അപ്പം ഞാനെങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഒരു ക്രൂരനാണോ? നമുക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഭാര്യയോട് മക്കളോട് ബാക്കിയുള്ളവരോട് എങ്ങനെയാണ്? ഒക്കെ പറയുന്ന അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. ആ നേതാവിനെ നോക്ക് നിങ്ങൾ. അപ്പോൾ ആ ഒരു അവസ്ഥയും കൂടെ നമ്മൾ ഇതിലൊക്കെ കാണണം. നമ്മളൊരു കടയുണ്ട്, നമ്മളതിൻ്റെ മുതലാളിയാണ്. തൊഴിലാളികളോട് നമ്മളെങ്ങനെയാ? നമ്മളവിടുത്തെ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മൾ ഭരണാധികാരികളാണ് വീട്ടിൽ. ആ ഭരണാധിപൻ എന്താകണം? ഏറ്റവും നല്ല മനുഷ്യനാകണം. അപ്പം അയാൾക്ക് അല്ലാഹു കേന്ദ്രത്തിൽ അങ്ങനെ എല്ലാവരും ആയി തീരുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താണ്? ഒന്ന് ഉറപ്പിക്കേണ്ടത് നമ്മുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുക. 2 റബ്ബിനോട് ദുആ ചെയ്യുക. 3 നിലപാടുകളിലെ വൃത്തികേടുകളൊക്കെ ഒഴിവാക്കി നല്ല മനുഷ്യന്മാരാകുക. ഇസ്ലാമിക വിരുദ്ധ കല്യാണങ്ങളിൽ ഒന്നിൽ പോലും, അത് മൂത്താപ്പൻ്റെ ആയാലും പെങ്ങളതായാലും പോലും വിട്ടു നിൽക്കുക. ഇനി അത് പറയേണ്ടത് കേട്ടാത്, കല്യാണം സ്വന്തം കുടുംബത്തിലാണെങ്കിലും പെങ്ങളതാണെങ്കിലും സമ്പൂർണ്ണമായി വിട്ടു നിൽക്കുക. തോന്നിയാസാണ് അവിടെ നടക്കാൻ തോന്നിയാൽ എന്തേ വരാത്തത്? തെമ്മാടിത്തത്തിൽ ഞാനില്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഇത്തരം ആളുകൾ അള്ള കൊണ്ടുപോയി വെച്ചത് ഈ ജാതി തോന്നിയാസം കൊണ്ടാണ്. എനിക്ക് റബ്ബിൻ്റെ ശിക്ഷ പേടിയുണ്ട്, ഞാനില്ല എന്ന് വാപ്പാനോട് പറയാം, പെങ്ങളോട് പറയാം, മോളെ പെങ്ങളെ എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിന്റെ കല്യാണത്തിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പം പിന്നെ എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും കൂട്ടുകാരെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നല്ലോണം ആ രംഗത്ത് ശ്രദ്ധിക്കുക. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് സംഗതി നടന്നാലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർമേഘം കാണുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യരിലേക്കാ തിരിഞ്ഞ് നമ്മുടെ തെറ്റുകൊണ്ടുള്ള ശിക്ഷയായിരിക്കും, അല്ലാതെ അള്ളാഹ് ആ കാർമേഘം കൊണ്ടൊന്ന് ശിക്ഷിക്കുന്നു എന്ന നിലയിലല്ല ചിന്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നതിനാകത്തുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ചിന്മകളിലും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.